എന്താ ചേച്ചി? എന്തിനാ കണ്ണു നിറഞ്ഞ? അമ്മൂന് ഞങ്ങളുടെ കുഞ്ഞോവെ അത്രയ്ക്ക് ഇഷ്ടല്ലേ? പിന്നെ ഇഷ്ടാണോന്നോ? എന്ത് ചോദ്യ ചേച്ചി? ഇപ്പൊ തന്നെ ഞങ്ങള് തമ്മിൽ നല്ല കമ്പനിയായി അല്ലേ ബാവേ? എപ്പോഴാ നീ ഇങ്ങോട്ട് വരുക? ചേച്ചിക്ക് കാണാൻ തിടുക്കായിട്ടോ. വരില്ല അമ്മു. ചേച്ചി എന്തേ പറയുന്നേ? അതെ അമ്മു, നിന്നെ കാണാൻ ഈ കുഞ്ഞുവാവ ഒരിക്കലും ഈ ഭൂമിയിലേക്ക് വരില്ല. ചേച്ചി അതെ, അതിനെ കൊല്ലാൻ പോവാ. എന്തിന്? എന്തൊക്കെ ഭ്രാന്താ ചേച്ചി പറയുന്നേ? ഭ്രാന്ത് തന്നെ അമ്മു. എനിക്കിവിടെ ജീവിക്കാനുള്ള കൊതിമൂത്തുണ്ടായ ഭ്രാന്ത്. അതിനെ കുഞ്ഞു മരിക്കണം, അതിനെ കൊല്ലണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേച്ചി. ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല അമ്മു. എന്തൊക്കെയോ സംഭവിക്കുന്നു. ഒന്ന് മാത്രം എല്ലാവരും എന്നോട് പറഞ്ഞു, ആരോഗ്യമില്ലാത്ത കുഞ്ഞാ എന്റെ വയറ്റില്. ജനിച്ചാൽ തന്നെ അധികകാലം ജീവിക്കില്ല, അല്ലെങ്കിൽ അംഗവൈകല്യമോ ബുദ്ധിമാന്യമോ ഉണ്ടാവും. അത് വളർന്നു വലുതാവുന്ന ഓരോ നിമിഷവും എന്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ജനിച്ചാൽ ഒരു കുഴപ്പം വരില്ല, ചേച്ചിക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല. ഏത് ഡോക്ടറെ ഈ മഹാപാപം പറഞ്ഞ് കേൾപ്പിച്ചത്? മഹാപാപം തന്നെയമ്മു. പക്ഷെ സത്യം, ആ ഡോക്ടർ പറഞ്ഞ ആദ്യം ഇതറിഞ്ഞപ്പോ മരവിച്ചു പോയി ഞങ്ങള്. അപ്രതീക്ഷിതമായ ഒരു ചുഴിയിൽ പെട്ടതുപോലെ. പിന്നെ ഞാനും ഒരു വീട്ടിനും പരസ്പരം സാന്ത്വനിപ്പിച്ചു. എല്ലാം ഉൾക്കൊള്ളാൻ മനസ്സിനെ പഠിപ്പിച്ചു തുടങ്ങിയത്. ചേച്ചി ജനിക്കാനിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞു വാവയ്ക്ക് സ്വപ്നത്തിൽ തന്നെ ഒരു ചീത്ത ഒരുക്കി ഞാൻ. എന്റെ നടു. ചിറ്റേ, ആ ഒരു മിനിറ്റ്, ഒന്ന് തൊഴുതോട്ടെ. അമ്മുസേ, ഞാനേ ഭരതനാട്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യായിരുന്നു. അമ്മു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങിയ ഞാൻ കുറച്ചൊക്കെ പഠിപ്പിച്ചു തരാട്ടോ. സുവർണ ചേച്ചി എവിടെ ചിറ്റേ? സുവർണ പുറത്തു പോയിരിക്ക, അത്യാവശ്യമായിട്ട് ആരെയോ കാണാൻ. ദേ, ഒരു സ്റ്റെപ്പ് കാണണോ? ഒരു മിനിറ്റ്. എന്തു പറ്റി? നല്ല സുഖമില്ലേ? മുഖം വല്ലാതിരിക്കുന്നു. ചാരുലത ചേച്ചി ഒരു കാര്യം പറഞ്ഞു എന്നോട്, അത് അന്വേഷിക്കാനാ ഞാൻ. ആ, അബോഷന്റെ കാര്യമല്ലേ? അത് വേണ്ടി വരുമെന്ന് തന്നെയാ സുവർണ പറഞ്ഞത്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല, സമ്മതിക്കില്ല. എങ്ങനെയോ അത് ഒഴിവാക്കണം. അയ്യോ, അതൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ മോളെ. സുവർണ വെറുതെ അങ്ങനെ പറയില്ലല്ലോ. ഇല്ലായിരിക്കാം, പക്ഷേ ചാരുലത ചേച്ചിക്ക് അത് താങ്ങാനാവില്ല. അതറിയാം എനിക്ക്.
അതാ ഞാൻ. ആട്ടെ, എന്താ അമ്മുവും ചാരുലതയും തമ്മിൽ ഇത്രയ്ക്ക് അടുപ്പം? അല്ല, ഇത്രയ്ക്ക് സ്നേഹം കാണിക്കുന്നത് കൊണ്ട് ചോദിച്ചതാ കേട്ടോ. എനിക്ക് എന്റെ സ്വന്തം ചേച്ചിയെ പോലെ ചാരുലത ചേച്ചി. ചേച്ചിക്ക് ഞാൻ സ്വന്തം അനിയത്തിയെ പോലെയും. ആദ്യത്തെ കുഞ്ഞ് അത് ചേച്ചിയുടെ സ്വപ്നമായിരുന്നു. ആ കുഞ്ഞ് ജനിക്കില്ലെന്ന് അറിയുമ്പോ എനിക്ക് സഹിക്കാനാവുന്നില്ല ചിട്ടെ. ഏയ്, അമ്മു കരയാ? അബോഷൻ അല്ലാതെ ഞാൻ വല്ല മാർഗം ഉണ്ടോന്ന് ചോദിച്ചു നോക്കാം. മോള് വാ, കയറിയിരിക്കെ. ചിറ്റ ചായ ഉണ്ടാക്കി തരാം. വേണ്ട ചിട്ടെ, ഞാൻ പോവാ. സുമിയച്ച ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. അബോഷൻ എങ്ങനെ നടത്താന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ അതില്ലാതാക്കാൻ വന്നിരിക്കുന്നു പിശാച്. എന്താ സുവർണ ഇത്രയും വൈകിയത്? ഞാൻ എത്ര വട്ടം ഫോൺ ചെയ്തു നിന്നെ, എന്താ എടുക്കാതിരുന്നത്? കേട്ടില്ല ചിറ്റേ, ഫോൺ സൈലന്റിലായിരുന്നു. ആ, പിന്നെ നിന്നെ അമ്മു എങ്ങാനും വിളിച്ചിരുന്നോ? 2-3 തവണ വിളിച്ചിരുന്നു. ഞാൻ നല്ല തിരക്കിലായിരുന്നോണ്ട് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. എന്തു പറ്റി? അല്ല, നിന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു അമ്മു. എന്താ കാര്യം? എന്തു പറഞ്ഞു അവള്? ചാരുലതയുടെ അബോഷന്റെ കാര്യം പറഞ്ഞ് ആ കൊച്ചിവിടെ കിടന്ന് കരഞ്ഞു. ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരെണ്ണത്തിനെ കാണുന്നത്. എന്തൊരു സ്നേഹമാ അതിന് ചാരുലതയോട്. അത് അങ്ങനെ ഒരു പ്രത്യേക ടൈപ്പാ. സംസാരിക്കുമ്പോ സൂക്ഷിച്ചു വേണം. അബദ്ധം ഒന്നും വായിന്ന് വീഴരുത്. ഹൈലി ഇന്റലിജന്റ് അവൾ. ഞാൻ അതിനൊന്നും വിട്ടു പറഞ്ഞില്ല. നീ എനിക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ടല്ലോ, ചാരുലതയുടെ കാര്യം അധികം ആരോടും സംസാരിക്കരുതെന്ന്. അതുകൊണ്ടാ. ആ, അല്ല, അതെന്താ നീ എന്നോട് അങ്ങനെ പറയാൻ കാരണം? പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളായിട്ട് എന്തെങ്കിലും പറഞ്ഞ് പിന്നെ അതുപോലെ ഫലിച്ചാൽ അതോർത്താ അങ്ങനെ ഒരു മുന്നറിയിപ്പ് തന്നത്. ഓ, അതും ശരിയാ. കലാഹൃദയമുള്ളവര് പറയുമ്പോ പ്രത്യേകിച്ചും അതുപോലെ തന്നെ ഫലിച്ചേക്കും. ഒരു കലാകാരി എന്ന നിലയിൽ ഞാനൊന്നും മിണ്ടുന്നില്ല. പക്ഷെ ചാരുലതയുടെ കാര്യത്തിൽ നീ പറഞ്ഞു തരുന്ന കള്ളത്തരങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഞാനൊരു പെരുങ്കള്ളിയായി മാറുമെന്നാ ഇപ്പൊ എന്റെ സംശയം. ചില കള്ളത്തരങ്ങൾ ചില നേരത്ത് നമുക്ക് പ്രയോജനപ്പെടും ചിറ്റേ. തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതി. ഞാനേ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. നീ ഒന്ന് ഫ്രഷ് ആവ്. അതെ, ചിലപ്പോ ചില കള്ളങ്ങൾ അപ്രതീക്ഷിതമായി നമ്മളെ സഹായിച്ചേക്കും. ചാരു, നീ ഇറങ്ങുന്നില്ലേ? ഓഫീസെത്തി. അരുവേട്ട, ഓഫീസിൽ പോകാൻ ഒട്ടും താല്പര്യം തോന്നുന്നില്ല. എന്താ ചാരു ഇത്? എന്താണെന്ന് എനിക്കറിയില്ല. മനസ്സിനാകെ ഒരു മരവിപ്പ് ബാധിച്ചതുപോലെ. ഓഫീസിൽ പോകുന്നതന്നെയാ നല്ലത്. ജോലി തിരക്കുണ്ടാവുമ്പോ മനസ്സിൽ അനാവശ്യ ചിന്തകൾ കടന്നു വരില്ല. ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന അതും ഇതൊക്കെ ആലോചിച്ച് നീ ടെൻഷൻ അടിക്കത്തേ ഉള്ളൂ. അതും ശരിയാ. ഓഫീസിൽ പോവാം. ചാരു, ഇന്നലെ പറഞ്ഞത് മറക്കണ്ട. ആരോടും ഒന്നും പറയരുത്. ആരുടെയും സഹതാപം നമുക്ക് വേണ്ട. അരുവേട്ടൻ നേരെ കോളേജിലേക്ക്? രാവിലെ ഓഡിറ്റിങ്. ഉച്ചയോടെ കോളേജിലെത്തിയാൽ മതി. നീ എന്നെ വൈകിട്ട് വിളിക്ക്. ശരി.
ചാരുലത അമ്മനോട് പറഞ്ഞത് ശരി തന്നെയാ. കുഞ്ഞിന്റെ വളർച്ച ശരിയല്ല. അത് ജനിച്ചാൽ ചിലപ്പോ ബുദ്ധിമാന്ദ്യമോ പ്ലീസ് ചേച്ചി. അമ്മനോട് നുണ പറയാൻ കഴിയാത്തതുകൊണ്ടാ ഞാനിത് പറയുന്നത്. പിന്നെ പറഞ്ഞില്ലേ, എന്റെ മുമ്പിൽ ഇപ്പൊ പ്രധാനപ്പെട്ട കാര്യം ചാരുലതയുടെ ജീവൻ തന്നെയാ. എങ്ങനെയും അത് രക്ഷിക്കണം. കുഞ്ഞ് ദൈവത്തിന്റെ കൈനീട്ടങ്ങളല്ലേ കുഞ്ഞുങ്ങൾ. ഇനിയും ദൈവം കനിഞ്ഞു കൊടുക്കട്ടെ ചാരുലതയ്ക്ക്. അമ്മ പ്രാർത്ഥിക്ക് ചാരുലതയ്ക്ക് വേണ്ടി. എനിക്ക് ചാരുലത ചേച്ചി വേണം, കുഞ്ഞിനെയും വേണം. രണ്ടുപേരെ എനിക്ക് താ. ലോകവൈദ്യൻ തീരുമാനിക്കുന്നത് പോലെ അമ്മു കാര്യങ്ങൾ നടക്കുക. ഞങ്ങൾ ഭൂമിയിലെ ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ വെറും കണക്കെഴുത്ത് തൊഴിലാളികൾ മാത്രോ. പ്രാർത്ഥിക്കുക. അതുമാത്രമേ പലപ്പോഴും ഡോക്ടർക്കും രോഗികൾക്കും ചെയ്യാൻ പറ്റൂ. ഇതറിയാത്ത പലരുടെയും വിചാരം ഡോക്ടർമാർക്ക് മിറാക്കിൾസ് സൃഷ്ടിക്കാൻ കഴിയുന്ന. മിറക്കിൾസ് ഞാനും അത് പ്രതീക്ഷിക്കുന്നു ചേച്ചി. എന്താ അമ്മു? ചാരുലത ചേച്ചിയെ കാണാൻ ഇവിടെ വന്നപ്പോ ഡോർ അടച്ചിട്ടിരിക്കുന്നു. നോക്കിയപ്പോ ചേച്ചി വരേണ്ട സമയമായി. കണ്ടിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ അവൾക്ക് സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട്, വരുമ്പോൾ ലേറ്റ് ആവും. അമ്മ പൊയ്ക്കോളൂ. സാർ, നിങ്ങൾ രണ്ടുപേരും കൂടി ആ കുഞ്ഞിനെ കൊല്ലാൻ തീരുമാനിച്ചോ? ചേച്ചി എന്നോട് എല്ലാം പറഞ്ഞു. സർജറി നടത്തി കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഇപ്പോഴത്തെ തീരുമാനമൊന്ന്. സർ പ്ലീസ് ചെയ്യരുത്. അമ്മ പൊയ്ക്കോളൂ, നമുക്ക് പിന്നെ സംസാരിക്കാം. ദൈവം കനിഞ്ഞു തന്നതാ നിങ്ങൾക്കതിന്. അതിനെ ജീവിക്കാൻ അനുവദിക്കണം. അതുകൊണ്ട് ഒരു കുഴപ്പം വരില്ല. പ്ലീസ്, ഞാൻ പറയുന്നത് തള്ളിക്കളയരുത്. ഇതൊന്നും ഞങ്ങൾ മാത്രം തീരുമാനിക്കുന്നല്ല. ഒരു ഡോക്ടറുണ്ട് ഞങ്ങൾക്ക്. ഡോക്ടറാണ് ഈ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്. ഏത് ഡോക്ടർ? ഡോക്ടർമാര് പറയുന്നത് മുഴുവനും ശരിയാവൂന്ന് ആരാ പറഞ്ഞേ? എത്ര ഡോക്ടർമാർക്ക് കൈപ്പിഴ സംഭവിച്ചിട്ടുണ്ട്. ദിവസവും നമ്മൾ പേപ്പറിൽ വായിക്കുന്നല്ലേ സർ? അങ്ങനെ പലരും പലതും പറയും. പക്ഷെ കുഞ്ഞിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള അവകാശം അതിന്റെ പേരൻസിനാ. ഞാൻ എത്ര കൊതിക്കുന്നുണ്ടെന്നറിയോ? ചാരുലത ചേച്ചി പ്രസവിക്കുന്ന കുഞ്ഞ് സാറിന്റെ ചേച്ചിയുടെ ജീവിതത്തിലെ വിലപ്പെട്ട നിധിയാ അത്. ആ ജീവനെ ചവറ്റുകൂനിയിൽ തള്ളരുത്. അങ്ങനെ ഒരു മഹാപാപത്തെ കുറിച്ച് ചിന്തിക്ക പോലും ചെയ്യരുത് സർ. നിന്റെ ഉദ്ദേശം എനിക്കറിയാം. ചാരുലത ഈ പ്രസവത്തോടെ മരിച്ചു കിട്ടണം നിനക്ക്, അല്ലേ? സർ, വിഷം നിറഞ്ഞ മനസ്സാ നിനക്ക്. പക്ഷെ അമ്മു, ചാരു എനിക്ക് വലുത്. അത് കഴിഞ്ഞേ ഉള്ളൂ, കുഞ്ഞും മറ്റെന്തും. അവളില്ലാതായ അവളുടെ സ്ഥാനത്ത് കയറിപ്പറ്റാന്ന നിന്റെ അതിബുദ്ധി ഉണ്ടല്ലോ, അതിവിടെ ചെലവാവില്ല. പൊയ്ക്കോ, പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്. അല്ല, അബോഷനോ? ഡോക്ടർ സുവർണ മാഡം നിന്നോട് പറഞ്ഞതാണോ ഇത്? അല്ലെങ്കിൽ ചാരുലത ചേച്ചിയുടെ ജീവൻ പോലും അപകടത്തിലായി പോകുന്നു. സ്കാൻ ചെയ്തപ്പോ കുഞ്ഞിനെന്തോ കാര്യമായ കുഴപ്പമുണ്ടെന്ന് കണ്ടു അത്രേ. ഉടനെ അബോഷൻ നടത്തിയില്ലെങ്കിൽ പ്രശ്നമാവുന്നു. അവരങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് സത്യം ആയിക്കൊള്ളണമെന്നില്ലല്ലോ. മറ്റൊരു ഡോക്ടറെ കാണണം, എന്നിട്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കൂടി അറിയണം. ആ, എന്റെ മമ്മിയുടെ കസിൻ ഡോക്ടർ പ്രേമ ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാ. അവരെ ഒന്ന് കൺസൾട്ട് ചെയ്യാലോ. ഞാൻ ആന്റിയോട് വിളിച്ചു പറയാം. അത് മതി. താങ്ക് യു ശ്വേത. താങ്ക്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ സംശയം അതല്ല. നിനക്കെന്താ ഇക്കാര്യത്തിൽ ഇത്രയും ടെൻഷൻ?
ഇത് അവരുടെ പ്രശ്നമല്ലേ? ആരുടെ കാര്യം ഓർത്താ നിനക്ക് ഇപ്പൊ ദുഃഖം? ചാരുലതയുടെയോ അതോ അരുൺ സാറിന്റെയോ? ചാർലോ ചേച്ചിയുടെ കാര്യം ഓർത്താ. പാവം ചേച്ചി. വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് എനിക്കിപ്പോ ചേച്ചിയുമായി. ആ ചേച്ചി എങ്ങനെ ഇതൊക്കെ സഹിക്കുമെന്ന് ഓർക്കുമ്പോ അത് കുഴപ്പമില്ല. ഞാൻ ഇന്ന് തന്നെ ആന്റിയെ വിളിക്കാം. എന്നിട്ട് ഡോക്ടർ പ്രേമയെ ഉടനെ ചെന്ന് കാണാം. ഓക്കെ? സുപർണ ചേച്ചി സമർത്ഥയായ ഡോക്ടറാ, അത് സമ്മതിച്ചു. പക്ഷേ എത്ര സമർത്ഥയായ ഡോക്ടർക്കും തെറ്റ് സംഭവിക്കാം എന്നുണ്ടല്ലോ. അതുകൊണ്ട് അമ്മ പറഞ്ഞു വരുന്നത്? അതുകൊണ്ട് നമുക്ക് മറ്റൊരു ഡോക്ടറെ കൂടി കാണണം ചേച്ചി. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്തുകൊണ്ടും നല്ലത് തന്നെയാ. പിന്നെ ഒരുപക്ഷെ സുപർണേച്ചയുടെ കണ്ടെത്തലുകൾ അവരുടെ പുതിയ റിപ്പോർട്ടുമായി തെറ്റാണെന്ന് വന്നാലോ? അല്ല, ഒരു തോന്നൽ. അങ്ങനെ സംഭവിക്കണേന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം ചിലപ്പോ. അങ്ങനെ സംഭവിക്കുമോ അമ്മു? അങ്ങനെ സംഭവിക്കരുതൊന്നും ഇല്ലല്ലോ. ചേച്ചിയുടെയും സാറിന്റെയും വലിയ സ്വപ്ന ആദ്യത്തെ കുഞ്ഞ്. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന തള്ളിക്കളയണ്ട എന്നൊരു തീരുമാനം എടുത്ത എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ചേച്ചി. കാരണം അങ്ങനെ അപകടങ്ങൾ സംഭവിക്കേണ്ടവരല്ല എന്റെ സാറും ചേച്ചിയും. എപ്പോഴും നിങ്ങൾക്ക് നല്ലതേ സംഭവിക്കൂ. ഇക്കാര്യത്തിലും അങ്ങനെ വരും. എങ്കിൽ നമുക്ക് വേറൊരു ഡോക്ടറെ കൂടി കാണാല്ലേ? ചേച്ചി, പിന്നെ ഇത് എന്റെ അഭിപ്രായമാണെന്ന് അരുൺ സാർ അറിയണ്ട. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ പറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് ചിലപ്പോ അത് തള്ളിക്കളഞ്ഞേക്കാം. ഇല്ല അമ്മു, ഞാൻ പറയില്ല. വാ, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, അതിലൊരു തെറ്റുമില്ല അരുവേട്ടാ. അത് നമുക്ക് ആത്മവിശ്വാസം തരുമെങ്കിൽ പിന്നെന്താ? എങ്കിലും മറ്റൊരു ഡോക്ടറെ നമ്മൾ കാണുമ്പോൾ അത് സുപർണയിൽ നമുക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടെന്ന് വരില്ലേ? സുപർണയ്ക്ക് അത് ഫീൽ ചെയ്യില്ലേ? അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ഇക്കാലത്ത് സീരിയസ് ആയ എല്ലാ അസുഖങ്ങൾക്കും പലരും 2-3 ഡോക്ടറെ കണ്ട് അഭിപ്രായം തിരക്കാറുണ്ട്. പിന്നെന്താ? ആ, ശരിയാ ചാരു, നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. പനിയോ ജലദോഷമോ പോലെ നിസാരമായിട്ട് തള്ളേണ്ട ഒന്നല്ലല്ലോ ഇത്. ആ, നമുക്ക് മറ്റൊരു ഡോക്ടറെ കൂടി കണ്ടുകളയാം. പക്ഷേ സുപർണ അറിയാതെ നമുക്കത് ചെയ്യാനാവില്ല. ഡോക്ടേഴ്സ് അല്ലേ, എങ്ങനെയും അവരതറിയും. അതുകൊണ്ട് സുപർണ കൂടി അറിഞ്ഞുകൊണ്ട് വേണം നമുക്ക് മറ്റൊരു ഡോക്ടറെ കാണാൻ. അത് ശരിയാ. ഇത്രയും കാര്യമായി നമ്മുടെ കൂടെ നിന്നിട്ട് പെട്ടെന്ന് അവരെ ഒളിച്ചൊരു പ്രവൃത്തി നമ്മൾ ചെയ്തു എന്ന് വേണ്ട. ഞാൻ സുപർണയെ കണ്ടിക്കാര്യം പറഞ്ഞോളാം. അരുവേട്ടനൊന്നും അറിഞ്ഞിട്ടില്ല. എന്റെ അഭിപ്രായമാണെന്നുള്ള രീതിയിൽ ഞാൻ സുപർണയെ കണ്ട് സംസാരിക്കാം. അതല്ലേ നല്ലത്? സുപർണ ഡയഗ്നോസ് ചെയ്തതിൽ എനിക്കൊട്ടും വിശ്വാസക്കുറവില്ല. സുപർണ പറഞ്ഞത് തന്നെയാവും ശരി. എങ്കിലും വേറൊരു ഡോക്ടറെ കൂടി കൺസൾട്ട് ചെയ്യുന്ന രീതി ഇക്കാലത്തുണ്ടല്ലോ. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ സുപർണെ? ഏയ്, അതിലൊരു തെറ്റുമില്ല. പിന്നെ നമ്മളൊക്കെ മനുഷ്യരല്ലേ. നമ്മുടെ കണ്ടെത്തലുകൾ മാത്രമാണ് ശരിയെന്ന് വന്നാൽ നമ്മൾ ദൈവത്തിന് തുല്യരാവില്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നത് പൂർണ്ണമായും ശരിയാണെന്ന് കരുതേണ്ടതില്ല. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നല്ലത് തന്നെയാണ്. പിന്നെ അരുവേട്ടൻ അറിയാതെയാ ഞാനിപ്പോ വന്നത്. അരുവേട്ടൻ അറിഞ്ഞാൽ സമ്മതിക്കില്ല. സുപർണ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യാണെന്നൊക്കെ പറഞ്ഞോളെ. അതുകൊണ്ട് നമ്മുടെ ഈ കൂടിക്കാഴ്ച അരുവേട്ടൻ അറിയണ്ട. ഇല്ല, അരുണിതറിയില്ല. താങ്ക് യു സുപർണ. പോട്ടെ.
എന്നാലും ചിറ്റ അമ്മുവിന് പിടികൊടുത്ത് കളഞ്ഞല്ലോ. ശ്ശോ, അവള് ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് തന്നെയാ മറ്റൊരു ഡോക്ടറെ കാണണമെന്നുള്ള ആഗ്രഹം ചാരുലതയ്ക്ക് ഉണ്ടായെന്നുള്ളത് ഉറപ്പാ. അയ്യോ, ആ കൊച്ചിന്റെ കരച്ചിൽ കേട്ടപ്പോ എവിടെയും തൊടാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ആ കൊച്ചിനൊന്ന് ആശ്വസിപ്പിച്ചു. അല്ലെങ്കിൽ അത് ചാരുലതയ്ക്ക് അസുഖമാണെന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് തല തല്ലി ചത്തേനെ. ആ പാപവും കൂടി എന്റെ മോളുടെ തലയിൽ ഏറേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ചിറ്റ. എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ, ചാരുലതയ്ക്ക് ഒരു കുഴപ്പമില്ലെന്നൊരു തോന്നൽ അമ്മ അവളിൽ ഉണ്ടാക്കി. വേറെ ഡോക്ടറെ എങ്ങാനും അവർ ചെന്ന് കണ്ടാൽ തീർന്നല്ല. ചാരുലതയ്ക്ക് രോഗമില്ലെന്ന് ആ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുള്ളത് ഉറപ്പാ. പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്താ മതി. അയ്യോ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഇനിയിപ്പം മറ്റൊരു ഡോക്ടർ പറഞ്ഞ് തനിക്ക് രോഗമൊന്നുമില്ലെന്ന് ചാരുലത അറിഞ്ഞാലും അവള് നിന്നെ കുറ്റപ്പെടുത്തൊന്നുമില്ല. ഏതൊരു ഡോക്ടർക്കും തെറ്റ് പറ്റാവുന്നതല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. അത്ര തന്നെ. എങ്കിലും എന്നോടുള്ള വിശ്വാസം അത് തകരില്ലേ? ഏയ്, ദുരന്തം ഒഴിവായി എന്നുള്ള ആശ്വാസത്തിൽ പിന്നെ മറ്റെന്തോർക്കാനാ? അല്ലെങ്കിൽ തന്നെ സുവർണെ, നമുക്ക് കള്ളത്തരങ്ങളൊന്നും വേണ്ട. ഇങ്ങനെയൊക്കെ നീ എന്നു മുതലാ ചിന്തിച്ചു തുടങ്ങിയതെന്ന് എനിക്ക് ചിലപ്പോ അതിശയം തോന്നാറുണ്ട്. നമുക്ക് നേരിന്റെ വഴി മതി. ഇതിങ്ങനെ തന്നെ അവസാനിക്കണം എന്നായിരിക്കും ദൈവഹിതം. അത് പിന്നെ മോളെ, ഞാൻ അടുക്കളയിൽ എന്തോ കരിയുന്നുണ്ട്. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഇല്ല, ഇതിങ്ങനെ അവസാനിച്ചുകൂടാ. ഇതിങ്ങനെ അവസാനിക്കാൻ വേണ്ടിയല്ലല്ലോ ഞാൻ ഇത്രയും കാലം. ഇല്ല, എല്ലാം ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ.